മച്ചാമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ മുന്നേ ഈ ഒരു ബ്രാൻഡിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് നമുക്ക് ഈ ഒരു നെയിം പ്രൊണൗൺസ് ചെയ്യൽ വാദായിന്നോ അതോ ഹുദായിന്നോ അങ്ങനെ എന്തോ ആണ് സംഭവം. ജസ്റ്റ് ഞാൻ ക്യാപ്ഷനിൽ നെയിം കൊടുക്കുന്നുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു സംഭവം നമ്മൾ അതായത് ഈ ഒരു ബ്രാൻഡിൻ്റെ മുന്നൊരു വീഡിയോ ചെയ്തത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് നല്ല ബെസ്റ്റ് പ്രൈസിന് നല്ല അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നല്ലൊരു കിട്ടുന്ന സ്മാർട്ട് വാച്ച് ആണിത്. അപ്പോൾ നമ്മൾ ആ ഒരു മോഡൽ അത്യാവശ്യം യൂസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മോഡലിന് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ അത് കൂടാതെ വേറെ എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് ഫിറ്റ് ക്ലൗഡ് പ്രോ. നമ്മളിത് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ അപ്ലിക്കേഷൻ ജസ്റ്റ് ഈ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ വാച്ചിലുള്ള പോലെ തന്നെ സെയിം തന്നെയാണോ, വേറെ ഡിഫറൻറ്റ് കാര്യമൊന്നുമില്ല. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള കളർ ഗോൾഡ് കളറാണ് കേട്ടോ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നുന്നില്ല ഈ ഒരു കളറാണെന്നുള്ളത്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ അതായത് ഇതേപോലെ തന്നെ നമ്മൾ ഗോൾഡ് കളർ മെൻഷൻ ചെയ്ത് അത്ര പക്ക പ്യുവർ ഗോൾഡ് ഒന്നല്ല, ഒരു വേറൊരു ടൈപ്പ് കളറായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓ, ഇത് സംഭവം ഗോൾഡ് തന്നെയാണ് തോന്നുന്നു കേട്ടോ. ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ കാണും, ഇതൊരു ഗോൾഡൻ ടച്ച് വരുന്നുണ്ട്. സംഭവം ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സൈഡൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു പ്രീമിയം ഫീൽ നല്ലോണം തരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇനി ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് നോക്കാം. എൻ്റെ മോനെ, ഗോൾഡൻ സ്ട്രാപ്പ് ഉണ്ട്. ഒരു ഗോൾഡൻ ടച്ച് അല്ല, ഒരു പിങ്ക് ലൈറ്റ് പിങ്കിൽ വരുന്നൊരു സ്ട്രാപ്പ് ഉണ്ട്. നമുക്കതിലൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. വാച്ച് സ്ട്രാപ്പ്, ഒരു ഗോൾഡൻ സ്ട്രാപ്പ്, വയർലെസ് കേബിൾ. ഇത് സംഭവം പക്ക ലേഡീസ് ടച്ച്. എനിക്ക് തോന്നുന്നത് ലേഡീസിൻ്റെ വാച്ച് തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം അത് പ്രത്യേകം മെൻഷനൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അത് ലേഡീസ് ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സ്ട്രാപ്പൊക്കെ കണ്ടാലേ അത് ലേഡീസിനുള്ള തന്നെയാണുള്ളത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ലേഡീസിന് സംഭവം ഓക്കെയാണ്. ഇത് ജെൻസ് വേർഷൻ അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ഓൺ ചെയ്തിട്ടുണ്ട്. ചാർജ് ഉണ്ടായിരുന്നില്ല, ഞാനപ്പോൾ അതുകൊണ്ട് ചാർജിന് കുത്തിയിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് യൂസ് ചെയ്യാതുള്ള ഫസ്റ്റ് ഇൻ്റർഫേസ് റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമുക്കിതിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇങ്ങനെ കളർ മാറുന്നുണ്ട്. നല്ലൊരു സംഭവം തന്നെയാണിത്, എനിക്കിഷ്ടമായി. അതേപോലെ തന്നെ റൈറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് മോണിറ്റർ ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതൊന്നും 100% ജെനുവിൻ അല്ല, ജസ്റ്റ് ഇതിൽ പറയുന്നുണ്ടെന്നുള്ളൂ, എല്ലാ വാച്ചിലുള്ള പോലെ തന്നെ. പിന്നെ നമുക്ക് ലെഫ്റ്റിലോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ടല്ലോ, കലണ്ടർ, അങ്ങനെ കുറേ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ വീട്ടിലും പറയുന്നത് നിങ്ങൾ വാച്ചായിട്ട് ഫോണായിട്ട് കണക്ട് ചെയ്യണം, എങ്കിലേ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഡിസ്പ്ലേൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇത് സ്റ്റിക്കർ, ഓക്കെ, 2 സ്റ്റിക്കർ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ്ട് ചീന്തി കഴിഞ്ഞപ്പോൾ ആ ഒരു ഫീൽ കറക്റ്റ് കിട്ടുന്നത്. ഓക്കെ, കർവായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ടച്ചൊക്കെ നല്ല സ്മൂത്താണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് അതായത് നമ്മൾ യൂസ് ചെയ്തതിൽ നല്ല ടച്ച്, നല്ല സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ്റർഫേസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇതിൽ ആകെ ഒരു എന്താ പറയുക നെഗറ്റീവായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറാണ്. നമുക്ക് യൂസ് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. പിന്നെ ലേഡീസ് വാച്ച് കെട്ടേണ്ടി വരും, അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ നമുക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ മേലെ നോക്കുകയാണെങ്കിൽ വാച്ച് പെർസെൻറ്റേജ് കാര്യങ്ങൾ, ബാറ്ററിൻ്റെ പെർസെൻറ്റേജ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ സെറ്റിങ്സ്, ബ്രൈറ്റ്നെസ് ടോർച്ചാണത്, സോറി. പിന്നെ അതേപോലെ തന്നെ ബ്രൈറ്റ്നെസ് ഇവിടെ ഉണ്ട്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഉണ്ട് നോക്കാമല്ലോ. ഓക്കെ, ഇതാണ് മാക്സിമം ബ്രൈറ്റ്നെസ് വരുന്നത്. പിന്നെ നമുക്ക് സെറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് വരുന്ന എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് മെൻഷൻ ചെയ്യാം. അല്ലാതെ നമുക്ക് എല്ലാ സ്മാർട്ട് വാച്ചിലുള്ള പോലെ തന്നെ സെയിം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. അല്ലാതെ നമുക്ക് കൂടുതൽ എടുത്ത് പറയാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഈ കോളിങ് കാര്യങ്ങളൊക്കെ എല്ലാവരും ഉള്ളതാണ്, അത് ഞാൻ പ്രത്യേകം കൂടുതലായിട്ടൊന്നും മെൻഷൻ ചെയ്യാത്തത്. താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ്. പിന്നെ നമുക്ക് ഈ ഒരു ബട്ടൺ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വാച്ച് ഫേസ് നമുക്ക് ഇതിൽ അവൈലബിൾ ഉണ്ട്. ഈ വാച്ച് ഫേസ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നല്ല അടിപൊളി ഫീച്ചേഴ്സ് തന്നെ, വൈബ്രേഷൻ നല്ല രസമുണ്ട് സംഭവം. കിടിലം സ്മാർട്ട് വാച്ചാണ്. നിങ്ങൾ നോക്കിക്കൊണ്ട് സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് പക്ക ബേസ്ലെസ് ഡിസ്പ്ലേ അല്ല, നമുക്ക് ഇത്രയും ഒരു ഡാർക്ക് കളറിൽ നമുക്ക് വരുന്നുണ്ട്, ബേസ് വരുന്നുണ്ട്. അത് ശരിക്കും ഒരു ബോറിങ് തന്നെയാണ് അതിൻ്റെ. കാരണം
ഫുള്ളായിട്ട് ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗിയുണ്ടായിരുന്നു. ഇത് കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ വാച്ച് ഫേസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരട്ടോ. നമുക്ക് പുറകിൽ കാണുന്ന QR ഒന്ന് ജസ്റ്റ് സ്കാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആപ്പ് സ്റ്റോറിലേക്ക് പോകും. എന്നിട്ട് നമുക്ക് ഫിറ്റ് ക്ലബ് പ്രോ ഡൗൺലോഡ് ചെയ്യാം. ഓപ്പൺ കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ ജസ്റ്റ് നമ്മളെ വാച്ച് ഒന്ന് കണക്ട് ചെയ്യാണ്ട് ഡിവൈസിൽ പോവുക. എന്നിട്ട് സെർച്ച് കൊടുക്കുക. നമുക്കിവിടെ വാച്ച് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അത് കണക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത് കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളിവിടെ സമയം നോക്കുമ്പോൾ 24 hours ഉള്ള ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ജസ്റ്റ് അതിലിവിടെ പോവുക, 12 hours ആക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 10:18. അപ്പോൾ നിലവിലുള്ള സമയം തന്നെയാണ്. ഓൾറെഡി കണക്റ്റ് ആണ്. ഇനി നിങ്ങൾക്ക് വാച്ച് ഫേസ് എങ്ങനെ ആഡ് ചെയ്യുന്നില്ലേ, ഇതിൽ പോവുക. നമുക്കിവിടെ ഒരുപാട് വാച്ച് ഫേസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. കണ്ടില്ല, ഒരുപാട് വാച്ച് ഫേസ് ആണ്, ഒരുപാട് 500-ന് മുകളിലുണ്ട് തോന്നുന്നു. ഇനി നിങ്ങളുടേതായിട്ടുള്ള വാച്ച് ഫേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ലേ, ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കുക, കസ്റ്റമൈസ് ചെയ്യുക. ഫസ്റ്റത്തെ ഓപ്ഷനാണ് കസ്റ്റമൈസ് ഉള്ളത്. ബാക്കിയൊക്കെ നമുക്ക് ഇതിൽ ഓൾറെഡി വന്നിട്ടുള്ള വാച്ച് ഫേസ് ആണ്. ഇനി നമുക്ക് നേരെ വെതർ റിപ്പോർട്ട്സ് അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വാച്ചിൽ ഇപ്പോൾ നിലവിലില്ലാത്തൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മുന്നത്തെ മോഡൽസൊക്കെ നമ്മൾ കാണിച്ചപ്പോൾ അതിൽ ഞാൻ നോക്കിയിട്ട് കാണാത്തൊരു ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ NFC നമുക്കിതിലില്ല കേട്ടോ. NFC എന്നുള്ളൊരു ഓപ്ഷൻ അറിയാത്തൊരു ജസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് കാർഡ്ലെസ് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അതേപോലത്തെ ഒരു ഫീച്ചറാണ്. നമ്മൾ ജസ്റ്റ് വാച്ച് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചിങ്ങിന് പകരമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് NFC. ഓക്കെ, നമ്മളെ ഫോണിലൊക്കെ ഉണ്ടാവും NFC, പക്ഷേ ഇതിൽ നമുക്ക് NFC വരുന്നില്ല. ബാക്കിയൊക്കെ നമ്മൾ മുന്നത്തെ കാണിച്ച എല്ലാ സ്മാർട്ട് വാച്ചിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇതൊരു പ്രീമിയം ലുക്ക് തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രീമിയം ലുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആ ഒരു ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് ആ ഒരു ഫീല് നമുക്ക് വരുന്നത്. പിന്നെ കളർ നമുക്ക് നടക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാനായിട്ട് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലല്ല, വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.